ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് കണ്ണേങ്കാവ് പൂരത്തിനാണ് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ കസിനാണിത്, വിനീഷ ചേച്ചിയാണ്. അപ്പോൾ കസിൻസ് കുറേ ഉണ്ടായുള്ള ഗുണം അതാണ്, അവിടെ അടുത്തുള്ള പൂരത്തിലൊക്കെ പോവാം. അപ്പോൾ ഞങ്ങൾ കണ്ണേങ്കാവ് അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ, ഹായ് പറയൂ വിനീഷ ചേച്ചി. അപ്പോൾ ഇന്ന് പൂരത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അത് കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇത് ചാണകം മെഴുകുക എന്ന് പറയും. അപ്പോൾ എല്ലാ നാട്ടിൻപുറത്തൊക്കെ മാത്രം കാണാൻ പറ്റുന്ന സംഭവം ഇത്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അവരുടെ വീട്ടിലെ കരിങ്കാലി ഉള്ളതുകൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കണ്ണേങ്കാവ് അമ്പലത്തിലാണ്. അതായത് മലപ്പുറം ജില്ലയിലെ മൂക്കോല എന്ന സ്ഥലത്തെ കണ്ണേങ്കാവ് അമ്പലമാണ്. ഇതാണ് അമ്പലം. ഇത് ഞങ്ങൾ കാണുന്ന അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റിൽ തന്നെയാണ് ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറ്റി അടിക്കുന്നുണ്ട്, പിന്നെ അതിൽ മരുന്ന് നിറയ്ക്കും അതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിന് വലിയ ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പൂരത്തിനൊക്കെ ബെസ്റ്റ് പ്ലേസാണ്. പിന്നെ ഇതാണ് പന്തൽ എന്ന് പറയാം. നല്ല ലൈറ്റ് സെറ്റിങ്സൊക്കെ വെച്ചിട്ട്, പിന്നെ പല പല ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ദേവീൻ്റെ ഫോട്ടോ, ദൈവങ്ങളുടെ ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ മെസ്സിനെ കാണിച്ചു, നെയ്മറിനെ കാണിച്ചു, റൊണാൾഡോനെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ എടുത്തില്ല, പക്ഷെ വെറൈറ്റി ഓഫ് ലൈറ്റ്സ് കാണാം. അതും ഇരുട്ടാവും തോറും ഇതിന് ബ്യൂട്ടി കൂടുകയുള്ളൂ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ ആനേനെ പൂരത്തിന് ഇങ്ങനെയാണ് കൊണ്ടുവരിക, ലോറിയിലൊക്കെ. അപ്പോൾ വലിയ ആനയാവുമ്പോൾ കുറച്ചുകൂടി വലിയ ലോറിയാവും. അതൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. ആനേനെ കയറ്റുന്നതും ഇറക്കണമൊക്കെ. പിന്നെ ഞങ്ങളൊരു വാണിയ പറമ്പ് എന്നാണ് പറയുക. അവിടെ പല പല സാധനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടാവും. ഒരു അടിപൊളി എക്സ്പീരിയൻസാണ്. കുറേ ആൾക്കാരിനെ കാണാം. എല്ലാതും വിൽക്കണ സ്ഥലമാണ്. യെസ്, അതൊരു അൺഎക്സ്പെക്റ്റഡ് പൊട്ടിക്കലായിരുന്നു അവരുടെ. ഞങ്ങളെല്ലാവരും പേടിച്ച് ഞെട്ടി. പലതരം മീനുകൾ. പക്ഷെ എല്ലാവരും പൂരത്തിൻ്റെ അന്ന് വീട്ടിലൊക്കെ ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇവിടെ നിന്ന് സാധനങ്ങൾ, മീനും മുട്ടയും ചട്ടികളും പിന്നെ പുളി, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ബലൂണാണിത്. പിന്നെ കാർ കളക്ഷൻസ്. പുതിയൊരു സാധനം. അതോ നാളെ ലൂസ് മോഷൻ വരുമോ? ഏതൊരു ഗേളായാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് പോകും. അത്രയ്ക്കും കളക്ഷൻസ് ആയിരുന്നു. ഞാൻ തന്നെ അവിടെ കണ്ണു തള്ളിപ്പോയി ഇത് കണ്ടിട്ട്. So until my next video, see you, tata, bye bye.